എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ക്രേസി കുക്കിങ്ങിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ്. ഇതൊരു കേരള സ്റ്റൈൽ വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ്. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാവുന്ന ഡിഷാണ്. പിന്നെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു 7 പീസ് ഗ്രാമ്പു, 2 പട്ട, 8 ഏലക്കായ, 1/2 ടീസ്പൂൺ പെരുംജീരകം, 2 ബിരിയാണി ഇല എന്നിവ നമ്മൾ അരി വേവിക്കാനുള്ള വെള്ളത്തിലേക്ക് ഇടണം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉപ്പും ഇടാവുന്നതാണ്. ഞാനിവിടെ 1/2 കിലോ അരിയാണ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. അതാണ് വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഫ്ലേവർഫുള്ളായിട്ടുള്ള വെള്ളത്തിലേക്കാണ് അരി ഇടുന്നത്. ആവശ്യമായ പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ ക്യാരറ്റ്, ഒരു 100 ഗ്രാമോളം ബീൻസ്, 2 മീഡിയം സൈസ് സവാളയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഗ്രീൻ പീസോ ഇല്ല ക്യാബേജ് അരിഞ്ഞതോ ചേർക്കാവുന്നതാണ്. ഇനി ഒരു പാത്രത്തിൽ 6 ടീസ്പൂൺ നെയ്യ് ഇട്ട് അതിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് കോരി വെക്കാവുന്നതാണ്. ഇത് നമ്മൾ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഇതേ നെയ്യിൽ തന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ, അതായത് സവാള, ക്യാരറ്റ്, ബീൻസ് എന്നിവ നന്നായി വഴറ്റിയെടുക്കാവുന്നതാണ്. ഈ പച്ചക്കറികളുടെയൊക്കെ ഒരു പച്ച മണം ടേസ്റ്റ് മാറുന്നത് വരെ നമ്മൾ ലൈറ്റായിട്ട് ഇളക്കി കൊടുത്ത് വേവിക്കേണ്ടതാണ്. കുറച്ച് ഉപ്പും ഇതിൽ ചേർക്കാം, ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ്. എന്നിട്ട് മൂടി വെച്ച് ഇളക്കി കൊടുത്തിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം പച്ചമണം മാറിയെന്ന് മനസ്സിലായതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അരി ലെയറായിട്ട് നമുക്ക് ഈ പച്ചക്കറിയുടെ മേളിലേക്ക് ഇടാവുന്നതാണ്. അപ്പോൾ അരിയിട്ട് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് കുഴഞ്ഞു പോകരുത്. നമ്മൾ തവി ചോറിൻ്റെ അടിയിൽ കൂടെ ഇട്ട് വേണം മേലോട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകും അരി, അതുകൊണ്ടാണ് പറഞ്ഞത്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പൈനാപ്പിൾ എസൻസ്, സാധാരണ ബിരിയാണിയൊക്കെ യൂസ് ചെയ്യുമല്ലോ, അത് പൈനാപ്പിൾ എസൻസ് ഒരു 1/2 സ്പൂൺ പൈനാപ്പിൾ എസൻസ് ലൈറ്റായിട്ട് എല്ലായിടത്തും ആകുന്ന പോലെ തൂവി കൊടുക്കുക. അതിൻ്റെ മേലെ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും നമ്മൾ വറുത്ത് മാറ്റി വെച്ചായിരുന്നല്ലോ, അണ്ടിപ്പരിപ്പും മുന്തിരിയും തേവി ഇതെല്ലാം ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം നമ്മൾ അത് അടച്ചു വെക്കണം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് കഴിയുമ്പോഴേക്ക് ഈ ഫ്ലേവറെല്ലാം ഈ ചോറിൽ ഇറങ്ങുന്നതാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു റൈസാണ്. അപ്പോൾ ഇതിന് മുതിർന്നവർ കഴിക്കുമ്പോൾ അതിന് എരിവില്ലാത്തൊരു ഡിഷ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ലത് ചിക്കൻ കറിയോ മട്ടൻ കറിയോ ബീഫോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തുവാണെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. പുലാവായിട്ടും ഈ റൈസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സ്വാദിഷ്ടമായ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.